ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ അടുത്ത റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിത് സൈഡ് ഡിഷായിട്ട് മാത്രമല്ല മെയിൻ ഡിഷായിട്ട് കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഡയറ്റിംഗ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ പഴം അതുപോലെ ബിസ്ക്കറ്റ് ബേക്കറി ഐറ്റംസ് ഒക്കെ എടുത്ത് കഴിക്കാറില്ലേ, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റ് നമുക്ക് പാളിപ്പോവാതെ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ വിശക്കുമ്പോൾ കഴിക്കാം. അതുമാത്രമല്ല നമ്മുടെ ബിരിയാണിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷും കൂടിയാണ്. അപ്പോൾ എന്താണ് റെസിപ്പി എന്നുള്ളതല്ലേ, നമ്മുടെ ഒണിയൻ കുക്കുംബർ റൈത്തയാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം കേട്ടോ. കുക്കുംബർ ആഡ് ചെയ്യാം, ഒണിയൻ ആഡ് ചെയ്യാം, ക്യാപ്സിക്കം ആഡ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജ് ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു റൈത്ത ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ റൈത്ത തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഈ വലിപ്പത്തിലുള്ള ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്താം. നല്ല എരിവുള്ള പച്ചമുളകാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ 1 പച്ചമുളക് മതിയാവും. എരിവ് കുറഞ്ഞതാണെങ്കിൽ കൂടുതൽ എടുക്കുക. പിന്നെ വേണ്ടത് 1 കപ്പ് തൈരാണ്. വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഉടച്ചെടുത്ത തൈര്. ഒരു ഫോർക്കോ സ്പൂണോ ഏതെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കുക്കുംബറും ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. സവോള നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർക്കുന്നത്. ഇതെല്ലാം ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ റൈത്ത റെഡിയാക്കാനായിട്ട്. ഇത് വളരെ സിമ്പിളാണ്. കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ. കുക്കിംഗ് ഒന്നുമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കുക്കുംബറും ക്യാരറ്റും ഒക്കെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ റൈത്ത മിക്സിങ് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറും ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ ഗ്രേറ്ററിൻ്റെ വലിയ പോർഷനിൽ തന്നെയാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കുക്കുംബറിൻ്റെ വെള്ളം ഇങ്ങനെ ഊർന്നു വന്നത് ഞാനെടുത്ത് മാറ്റിയിട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ അത് വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ മാറ്റി വയ്ക്കുക. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ തന്നെ ആ വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തോളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു ഗസ്റ്റിനാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം മാറ്റി വെച്ചിട്ട് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് കഴിക്കുമ്പോൾ ആ ഒരു വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. പിന്നെ നമ്മുടെ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു റൗണ്ടിൽ, സവോളയും ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ പീസുകളായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തൈര് ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ, തൈര് ഉടച്ച് വെച്ചത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് തൈര് ഉടച്ചത് ചേർക്കുകയാണ്. കുറച്ച് തൈര് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി ആവശ്യം വരികയാണെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൈര് മാറ്റി വയ്ക്കുന്നത്. തൈരിൻ്റെ പുളിക്കനുസരിച്ച് ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. തൈരിന് പുളി കൂടുതലാണെങ്കിൽ ഒരു 1-2 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിലും പഞ്ചസാര ചേർക്കണം, പക്ഷേ തൈരിൻ്റെ പുളിക്കനുസരിച്ച് ചേർക്കുമ്പോൾ അത് കറക്റ്റ് ആവും. ഇനി നമുക്ക് ആദ്യം നമ്മുടെ കുക്കുംബർ ചേർക്കാം. ഈ വെള്ളമാണ് ഞാൻ പറഞ്ഞത് കൂടുതലുണ്ടെങ്കിൽ മാറ്റി വയ്ക്കണം എന്നുള്ളത്. ഞാനിപ്പോൾ ആ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ തൈര് ലൂസായി വരും. എന്താണെന്ന് വെച്ചാൽ കുക്കുംബറിൽ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കുംബറിൻ്റെ ഗുണങ്ങളൊക്കെ പോവും. അപ്പോൾ ആ വെള്ളത്തോടു കൂടി ചേർക്കുമ്പോൾ ഇത് കണ്ടോ തൈര് ലൂസായി വന്നു തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഈ ഒരു റൈത്ത അല്ലാതെ കുക്കുംബറിൻ്റെ വേറെ റൈത്തകളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് ആ റെസിപ്പികളും ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് വെറുതെ ഒരു 11 മണിക്ക് കഴിക്കാൻ പറ്റും. വിശക്കുമ്പോൾ കഴിക്കാനും ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാനും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയോ പിന്നെ നമ്മുടെ പൊറോട്ടയുടെയോ അതുപോലെ തന്നെ ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ശരീരത്തിൻ്റെ ചൂട് മാറാൻ കുക്കുംബറും തൈരും വളരെ നല്ലതാണ്. അപ്പോൾ ചൂട് ക്ലൈമറ്റല്ലേ നമുക്കിപ്പോൾ വരുന്നത്, പകൽ നല്ല ചൂടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ പ്ലാൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് ചേർക്കാം. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും കൂടി ഉദ്ദേശിച്ചാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം കേട്ടോ. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ നല്ല കളർഫുൾ സാലഡ് റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് മല്ലിയില കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. മല്ലിയില ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇതിലേക്ക് മല്ലിയില ചേർക്കണം എന്നില്ല. ചിലർക്ക് മല്ലിയിലയുടെ ഫ്ലേവർ അത്ര താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തൈരിൻ്റെ അളവ് കുറച്ച് കുറവാണ്. നമുക്ക് കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കാം. അതാണ് നമ്മൾ കുറച്ച് തൈരെടുത്ത് ആദ്യമേ മാറ്റി വയ്ക്കുന്നത്. ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പാകത്തിന്. പിന്നെ ഇത് കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവും കേട്ടോ ഇരിക്കും തോറും. നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ട് രാത്രിയോ വൈകിട്ടൊക്കെയാണ് കഴിക്കാൻ എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ലൂസാവും. ഈ കുക്കുംബറിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും നമ്മുടെ സവോളയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമൊക്കെ കൂടി
ഒന്ന് ലൂസായിപ്പോവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തൈര് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്തിരിക്കണം. ഇനി ഞാൻ തൈര് ചേർക്കുന്നില്ല. തൈര് കറക്റ്റാണ്. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് ഇത് കണ്ടോ ലൂസായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ പാകമാണ്. പക്ഷേ ഇനി നമ്മൾ ഒരു 2 പിഞ്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആ പഞ്ചസാര എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈത്തയുടെ ടേസ്റ്റ് കൂട്ടാനാണ്. 2 പിഞ്ച് മതി. മല്ലിയില ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയിലയും കൂടി നിങ്ങൾ ഉപയോഗിച്ചോളൂ. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ കറിവേപ്പില വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇതാ നമ്മുടെ റൈത്ത റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ക്യാരറ്റും കുക്കുംബറും സവോളയും എല്ലാം ചേർത്ത് ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ റൈത്ത ഉണ്ടാക്കാറുണ്ടോ? പഞ്ചസാരയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ റൈത്ത ഇങ്ങനെ ഉണ്ടാക്കാറില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കൂട്ടോ. വെറുതെ ഒരു 10 മണിക്ക് 11 മണിക്കൊക്കെ നമുക്ക് സ്പൂണിൽ കോരി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഡിന്നറിനാണെങ്കിലും കഴിക്കാം. ചില ആളുകൾ പറയും തൈര് രാത്രി കഴിക്കരുതെന്നൊക്കെ. അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ തൈര് രാത്രിയും കഴിക്കാറുണ്ട്. അപ്പോൾ അതിന് ഇതുവരെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളിനിയിപ്പോൾ അങ്ങനെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം കഴിച്ചോളൂ, രാവിലെ ഒരു 11 മണിയാകുമ്പോൾ കഴിച്ചോളൂ. എന്തെങ്കിലും ലൈറ്റായിട്ട് സ്നാക്സ് കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് കഴിച്ചോളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ക്യാപ്സിക്കം ഉണ്ടല്ലോ, റെഡ് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ സവോള കട്ട് ചെയ്ത പോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പല കളറിലെ വെജിറ്റബിൾസ് ചേർത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ചില ആളുകൾ ക്യാബേജ് ചേർക്കാറുണ്ട്. പക്ഷേ ക്യാബേജിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എന്താ ഇത് സെർവ് ചെയ്യുന്ന രീതിയും കൂടി കാണിക്കാം. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. വൈറ്റ് ബൗൾ എടുക്കരുത് കേട്ടോ. വൈറ്റ് ബൗൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൈത്ത കാണാൻ ഭംഗി ഉണ്ടാവില്ല. വേറെ ഏതെങ്കിലും കളറിലെ ബൗൾ എടുക്കുക. ബ്ലാക്ക് ആണെങ്കിലും ഭംഗിയായിരിക്കും. ഇനി നമ്മൾ ഉണ്ടാക്കിയ റൈത്ത ഈ ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഇത്രേ ഫില്ല് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഗാർണിഷിങ് കൊടുക്കുകയാണ്. 1 പിഞ്ച് മുളക് പൊടി, നമ്മുടെ ഏത് മുളക് പൊടി ആയാലും കുഴപ്പമില്ല. 1 പിഞ്ച് മുളക് പൊടി ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നടുഭാഗത്ത് നമുക്ക് മല്ലിയില വെച്ച് കൊടുക്കാം. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില വെച്ച് കൊടുക്കാം. ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പിലയുടെ തണ്ടെല്ലാം കൂടി ഞാൻ കൂട്ടി പിടിച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ നടുഭാഗത്തേക്ക് ഒന്ന് ഇങ്ങനെ ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞില്ലേ. 2 സ്ലൈസ് കുക്കുംബറും വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കലാപരമായ ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് കയ്യിൽ കിട്ടിയ 2 വേപ്പില എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ വേപ്പില ഇങ്ങനെ താമരയിലയുടെ പോലെയൊക്കെ ഇരിക്കുമ്പോൾ, താമരയിലല്ല നമ്മുടെ റോസ് പോലെയൊക്കെ ഇരിക്കുമ്പോൾ, കറക്റ്റ് റോസിൻ്റെ ഷേപ്പ് ഒന്നല്ല കേട്ടോ. വേപ്പില കൊണ്ട് റോസ് ഉണ്ടാക്കാൻ ഇത്തിരി പണിയാണ്. ഞാനിങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചാക്കി വെച്ചു എന്നേ ഉള്ളൂ. ഇരിക്കുമ്പോൾ ഒരു കാണാൻ ഭംഗിയില്ല ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യാം. ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് നാളെ വീണ്ടും കാണാം.